അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇക്കാര്യത്തിൽ അനിമോൻ ആദ്യം പറഞ്ഞ കാര്യത്തിന്റെ ഉള്ളടക്കം അന്വേഷിക്കാൻ ഒരു പരാതി കിട്ടിയാൽ സർക്കാർ തയ്യാറാകുമോ? സർക്കാർ മുമ്പേ തയ്യാറായിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി സാറ് പറഞ്ഞപ്പം കുഴൽനടൻ്റെ കേസ് തോറ്റുപോയെങ്കിലും കേന്ദ്രത്തിൽ നാരാണ്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ഉമ്മൻചാണ്ടിയുടെ ആ കാര്യമൊന്ന് പുതുപ്പള്ളി പോയി ചോദിക്കാൻ അവരെ ഒന്ന് അറിയിക്കണം. പിന്നെ ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാര്യം കൂടെ ചോദിക്കാൻ പറയുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് സണ്ണിക്കുട്ടി സാറിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ LDF സർക്കാരിനെ അടിക്കാൻ കിട്ടിയ കുഴൽനാടൻ്റെ വടി എന്ന് പറയുന്നത് ഒടിഞ്ഞ വടിയാണെന്ന് മാത്രമല്ല, അതുകൊണ്ട് അടിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, സർക്കാർ വിശുദ്ധമാണെന്ന് തെളിഞ്ഞ കേസാണത്. നമുക്ക് വേറൊരു രീതിയിൽ ചർച്ച ചെയ്യാം. രണ്ടാമത് അങ്ങ് പറഞ്ഞു വളരെ കുറ്റം ചെയ്തിരിക്കുന്നു ഈ സർക്കാർ. ഞാനതുകൊണ്ടാണ് അങ്ങയോട് ശ്രദ്ധപ്പെടുത്തിയത്. കേരളത്തിൽ ഇതിനു മുമ്പ് തന്നെ ടൂറിസം വകുപ്പ് മദ്യനയവുമായി ബന്ധപ്പെട്ട അഭിപ്രായ രൂപീകരണം നടത്തിയ അനുഭവങ്ങളുണ്ട്. ഇതുപോലെ ബാർ ഹോട്ടലുകൾക്ക് പ്രതിസന്ധി വരുമ്പോൾ തൊഴിൽ മേഖല അവരുടെ അഭിപ്രായ സമാഹരണം നടത്തിയ അനുഭവമുണ്ട്. അത് UDFൻ്റെ കാലത്ത് നടക്കുമ്പോൾ അതെല്ലാം വിശുദ്ധമാണ്. LDFൻ്റെ കാലത്ത് അതേപോലെ തന്നെ വകുപ്പുകൾ അവരുടെ അഭിപ്രായങ്ങൾ സമാഹരിക്കുന്നതെല്ലാം വേറെ കാര്യത്തിനാണ് എന്ന ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി അബ്രാഹിമിൻ്റെ നിലപാട് എത്രത്തോളം വിശ്വസ്തതയുണ്ട് എന്ന് അദ്ദേഹം വിശ്വസ്തത പുലർത്തുന്നവർക്ക് കൊള്ളാമായിരിക്കും. പക്ഷേ സമൂഹത്തോട് വിശ്വസ്തതയുണ്ടെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട ശങ്കുട്ടിദാസ് പറഞ്ഞപ്പം എല്ലാവരും പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കാം. ഞാനതുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ നേതാവ് ബാർ ഹോട്ടൽ നടത്തുന്നുണ്ടല്ലോ, BDJSൻ്റെ നേതാവ്. കോട്ടയത്ത് അദ്ദേഹത്തിന് ബാർ ഹോട്ടലുണ്ട്. തുറന്നു കൊടുത്തപ്പോൾ പണം മുടക്കുണ്ടായോ? അടൂർ പ്രകാശിൻ്റെ കാര്യം ഞാൻ കോൺഗ്രസ് നേതാവിനോട് ചോദിക്കാൻ പറഞ്ഞു. ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഒരൊറ്റയാളും ഞങ്ങളുടെ മുന്നിൽ പറയില്ല. നിങ്ങളുടെ നേതാക്കന്മാരെയാണ് വെല്ലുവിളിക്കുന്നത്. NDAയുടെ നേതാക്കന്മാരെയും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും തന്നെയാണ് വെല്ലുവിളിക്കുന്നത്. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി അബ്രാഹിം പറയുന്നത് പോലെ ഒരു സംവിധാനത്തിലൂടെ പണം തരാൻ അവർ നിർബന്ധിക്കപ്പെട്ടെന്ന് വെളിപ്പെടുത്താൻ വെല്ലുവിളിക്കുന്നു. ബഹുമാനപ്പെട്ട നികേഷ് കുമാർ പറഞ്ഞപ്പോൾ ഇത് അനിമോൻ്റെ പുറകെ പോയി ചോദിക്കണമെന്ന്. അനിമോൻ്റെ പുറകെ പോയി പോലീസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരുടെയും കയ്യെ പിടിച്ചിട്ടില്ലല്ലോ. വെളിപ്പെടുത്ത്. മാധ്യമങ്ങളുടെ കയ്യെ പിടിച്ചിട്ടില്ലല്ലോ. ബാർ ഹോട്ടലിലേക്ക് നിങ്ങൾ ചെല്ല്. ഈ സർക്കാരിൻ്റെ കാലത്ത് തെറ്റായി നടന്നിട്ടുണ്ടെന്നവർ പറയട്ടെ. ഞങ്ങൾ ചലഞ്ച് ചെയ്യാണ്. ഞങ്ങളുടെ ആർജവം അതാണ്. ഞങ്ങൾ പറയുന്നത്, സാഹചര്യങ്ങൾ പറയുന്നത്, ബാർ ഹോട്ടൽ ഉടമകളുടെ പക്കൽ നിന്നും സർക്കാരിന് കിട്ടാനുള്ള പണം കിട്ടി. കൂടുതൽ പണം വാങ്ങിയെന്നാണ് ആരോപണം സർക്കാർ. ഇവിടെ ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി സാർ പറഞ്ഞപ്പോൾ കണക്ക് പോലും മനസ്സിലായില്ല. UDFൻ്റെ സർക്കാരിൻ്റെ കാലത്ത് ആകെ 22 ലക്ഷത്തിൽ നിന്ന് 23 ലക്ഷമാക്കി ഒരു വർഷത്തെ ബാർ ഹോട്ടൽ ലൈസൻസ് ഫീസ്. ഞങ്ങൾ 35 ലക്ഷം ആക്കി. UDF ഒന്നേ ആക്കിയുള്ളൂ. 5 ലക്ഷം നിങ്ങൾ ആക്കുമെന്ന് പറഞ്ഞ് എഴുതി ഉണ്ടാക്കിയിട്ട് ആ കാശ് കൊണ്ട് വീട്ടിൽ പോയതാണ് ബാർകോഡ് കേസ്. അത് സണ്ണി സാറിന് മനസ്സിലാകാനിട്ടല്ല. ആളുകൾ തെറ്റിദ്ധരിച്ചെങ്കിൽ കൊള്ളാം എന്ന നിലയ്ക്ക് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, സർക്കാരിന് ആർജവമുണ്ട്. ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ടും സർക്കാർ തലത്തിൽ ചർച്ച ആരംഭിച്ചിട്ടില്ല. 2, ചർച്ച ആരംഭിച്ചാൽ പിറ്റേ ദിവസം റിപ്പോർട്ടുകൾ വരില്ല. റിപ്പോർട്ടുകൾ മുൻകൂട്ടി തന്നെ വിവിധ കാരണങ്ങളാൽ അവിടെ ഡയറക്ടറേറ്റുകളിലും മറ്റു തലങ്ങളിലും വരും. അതൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു ബാർ ഹോട്ടൽ ഉടമയോടും പണം പിരിക്കാനോ മറ്റു തരത്തിലോ ആരെയും ചുമതലപ്പെടുത്തുന്ന പ്രശ്നമില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റായി ചെയ്താൽ അതുകൂടി അന്വേഷണ പരിധിയിൽ ഉണ്ടെന്നാണ് MP രാജേഷ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് വസ്തുതകൾ മുഴുവൻ പുറത്തു വരട്ടെ. ഞങ്ങൾ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ആരും പിടിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഈ കാടടച്ച് വെടിവെക്കാതെ നിങ്ങൾ വസ്തുതാപരമായി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരൂ. ഏതെങ്കിലും ഒരു ബാർ കോട്ടയെ അപ്പോൾ അനിമോൻ്റെ വിവരം വന്നു. അനിമോൻ പറയുന്ന പച്ചക്കള്ളമാണെന്നുള്ളതിന് തെളിവുകൾ ഞാൻ അങ്ങോട്ട് വേറെ പറയാം. ബഹുമാനപ്പെട്ട KM മാണിയുടെ വീട്ടിൽ 5 കോടി രൂപയുമായി ഇദ്ദേഹം പോയിന്നൊരിക്കൽ ഒരു പ്രസ്താവന ഉണ്ടായി, ഒരു മൊഴി ഉണ്ടായി. കൊല്ലത്തുനിന്ന് ഒരാളുടെ പക്കൽ നിന്ന് പണം വാങ്ങി 5 കോടി രൂപ KM മാണിയുടെ വീട്ടിൽ കൊണ്ടുപോയി. അദ്ദേഹത്തെ കാണിച്ചപ്പം മാണി സാർ പറഞ്ഞു, ആ പണം ഞങ്ങൾക്ക് വേണ്ട, തിരിച്ചു കൊടുത്തു വിട്ടു. ഇത് ഇദ്ദേഹത്തിൻ്റെ മൊഴിയാണ്. എന്തിനാണ് മാണി സാറിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം പോകുന്നത്? കാരണം എന്താണ്? അന്ന് അത് നടത്തുന്നത് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. അപ്പോൾ എന്തിനാണ് തൊടുപുഴക്കാരനായ PJ ജോസഫിൻ്റെ അനുയായി ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നതെന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വിലപ്പോകാൻ പോകുന്നില്ല എന്ന് ആത്മവിശ്വാസമാണ്. Debate with MV Nikesh Kumar.